ഹായ് ഫ്രണ്ട്സ്. സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലും ഗ്രഹങ്ങളുടെ ക്രമമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒരു ചെറിയ കോഡിലൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. നമുക്കറിയാം 8 പ്ലാനറ്റ്സ് ആണുള്ളത്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ ഒരു പിക്ചർ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്താൽ നമ്മൾ PSCയിൽ ചോദ്യമായിട്ട് വരുന്ന വലുതേത് ചെറുതേത് എന്ന ചോദ്യത്തിനും അതുപോലെ സൂര്യനിൽ നിന്നുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളുടെ ക്രമം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. നോക്കാം. ഇതിൽ ആദ്യത്തെ കോളത്തിൽ തന്നിരിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രമമാണ്. MVEM ജേസൺ. ഈ ജേസൺ എന്നുള്ളത് നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. കാരണം നമുക്കിത് വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോഴും ഇതേ ഓർഡറിൽ തന്നെയാണ് വരുന്നത്. സൂര്യനോട് അടുത്ത് കിടക്കുന്നത് നമുക്കറിയാം മെർക്കുറിയാണ്. പിന്നെ വീനസ്, എർത്ത്, മാർസ്, അതാണ് MVEM. പിന്നെ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ജേസൺ എന്ന് പഠിച്ചാൽ ഈ 4 പ്ലാനറ്റ്സും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വലുത് ജൂപ്പിറ്ററാണ്. വലുതും ചെറുതിലേക്കുള്ള ഓർഡർ നോക്കാം. ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. EVMM ഇതിൽ എർത്ത്, വീനസ്, മാർസ്, മെർക്കുറി. ഇവിടെ മാർസും മെർക്കുറിയും രണ്ടും എമ്മിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിവിടെ ഓർത്ത് വയ്ക്കാം, തുടങ്ങുന്നതും അവസാനിക്കുന്നതും മെർക്കുറിയിലാണ്. അതായത് സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മെർക്കുറി ആണെങ്കിൽ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചെറുത് മെർക്കുറിയാണ്.